ഹലോ, എൻ്റെ കുട്ടി പണിയെടുക്കണത്. ഭാര്യയെ പണിയിപ്പിച്ച് വീഡിയോ എടുത്തുകൊണ്ട് നടക്കാന്ന് പറയരുത്. അങ്ങനെ പറയരുത്. എനിക്ക് വയസ്സായില്ലടി, 19 വയസ്സായില്ലേ? കണ്ടോ ഗുണ്ടുമുളക് പണിയെടുക്കണം. ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞങ്ങളിപ്പോൾ സ്വന്തം വീട്ടിലാണ്. കണ്ടോ, ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ കേട്ടോ. ശൈലജ കണ്ട തൂക്കുപാത്രത്തിലാണ് കഞ്ഞി എടുത്ത് കുടിക്കുന്നത്. എനിക്കിതാ വിളമ്പി വെച്ചിരുന്നു. ഞങ്ങൾ രാവിലെ വന്നാണ്. ഞങ്ങളുടെ വീടിൻ്റെ 2ാം ഘട്ട പണി ആരംഭിച്ചിട്ടുണ്ട്. അധികമൊന്നുമില്ല, പഞ്ചായത്തിൻ്റെ കണക്കിലുള്ള കുറച്ച് പണികൾ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അതായത് ഒരു ബാത്റൂം തേച്ച് റെഡിയാക്കണം, അതുപോലെ അടുക്കള, ഈ ഫ്രണ്ട് വശം, വീടിൻ്റെ ഫ്രണ്ട് വശവും നമ്മൾ തേക്കണം. അപ്പോൾ തൽക്കാലം ഇപ്പോൾ മൂത്ത മകനും 2ാമത്തെ മകനൊക്കെ അവർ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് കുറേശ്ശെ പൈസ കടം വാങ്ങിയിട്ടാണ് പണി ആരംഭിച്ചിരിക്കുന്നത്. ആ പൈസ വാങ്ങിയിട്ട് ഇപ്പോൾ അത് മണലടിച്ചിട്ടുണ്ട്. ഉണ്ടോ, എംസാൻഡ് തേക്കാനുള്ള എംസാൻഡാണ്. അറിയാമല്ലോ, ഇത്രയും ഭാഗം ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി കെട്ടാനുള്ളത് കെട്ടണം. വാർപ്പില്ലെങ്കിലും ഷീറ്റെങ്കിലും ബാക്കിൽ മേഞ്ഞ് നമുക്ക് വിഷു ആകുമ്പോഴേക്ക് ഈ വീട്ടിലേക്ക് കയറിയിരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം, കൂടെ ഉണ്ടാവണം എപ്പോഴും. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും വീഡിയോ ആയിട്ട് വരും. തുടർന്ന് പണിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയിക്കും. കഞ്ഞിയും മോരും, പിന്നെന്താ ഉണക്കമുളക്, കയ്പ്പയ്ക്കുപ്പേരി, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഭക്ഷണം. വീട്ടിൽ നിന്ന് കഴിക്കാതെ പോന്നിരിക്കുന്നത്. രാവിലെ നേരത്തെ വന്നതാണ്. അപ്പോൾ ഇനി മണലൊക്കെ കണ്ട് റൂട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക, സപ്പോർട്ടായിട്ട്. ഇല്ലടി, അങ്ങനല്ലേ? എല്ലാവർക്കും നല്ലത് വരട്ടെ അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ വേഗം വീട് കൂടിയിരിക്കണം എന്ന് മാത്രം ആഗ്രഹമുള്ളൂ. ഞങ്ങളുടെ വാടക വീട്ടിൽ നിന്ന് വന്നിട്ട് സ്വന്തമായി ഒരു വീട്ടിലിരിക്കണം ആഗ്രഹമുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ അതെ, എല്ലാവരും പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ആഗ്രഹം അതാണ്, വാടക വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് മാറുക എന്നുള്ള. അപ്പോൾ എന്തായാലും വിഷു ഒക്കെ ആയിട്ട് ഏപ്രിലേക്കൊക്കെ ഇങ്ങോട്ട് മാറാനുള്ള എന്തായാലും കഴിയുള്ളൂ. കാരണം പണി തട്ടകത്തിലെ ചെറുനാലശ്ശേരിക്കാവിലെ പൂരാകുമ്പോഴേക്കും ഇവിടെ വന്നിരിക്കണം എന്നാണ് വിചാരിച്ചത്, കയറിയിരിക്കണം എന്നാണ് വിചാരിച്ചത്. നടക്കില്ല. അപ്പോൾ ഇനി വിഷുവിന് ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് കയറണം. എന്തായാലും മുഴുവൻ പണി അപ്പോഴും കഴിയില്ല. നമ്മൾ തൽക്കാലം കയറിയിരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുള്ളൂ, മഴ കൊള്ളാത്ത രീതിയിൽ. അവിടെ വാടക വീട്ടിൽ എന്തായാലും ഇപ്രാവശ്യം മഴ കഴിഞ്ഞ ചോർച്ച ഉണ്ടാവും. വരെയല്ലേ, കഴിഞ്ഞ പ്രാവശ്യം ചോർന്നു. അപ്പോൾ ഓക്കെ, എല്ലാവരും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല വരട്ടെ. അപ്പോൾ നീ പറ, എല്ലാവരും പ്രാർത്ഥിക്കാൻ പറ. എല്ലാവരും പ്രാർത്ഥിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇവിടെ എല്ലാവരും നന്നായിരിക്കട്ടെ. അപ്പോൾ ഇതിന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ, മറ്റൊന്നും തോന്നണ്ട. ഒരു സന്തോഷമാണ്, ഇതൊരു സന്തോഷം നിങ്ങൾ അറിയിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. ഓക്കെ, ബൈ, താങ്ക് യു.